അനന്തമായ മഹാ തേജസ്സിൻ്റെ അംഗമാണ് നാം എല്ലാവരും. എന്നാൽ മനുഷ്യചരിത്രത്തിൽ സവിശേഷമായ അനുഗ്രഹം ലഭിച്ച ചില ജനനങ്ങളുണ്ടാകും. അവരുടെ വെളിച്ചത്തിൽ ഭൂമിയിൽ നന്മയുടെ പൊടിപ്പുകളുണ്ടാവും. സഹാനുഭൂതിയുടെ കുളിർക്കാറ്റ് വീശും. ദയയുടെ കർമ്മഭൂമികൾ തെളിഞ്ഞുവരും. ഭഗവാൻ ശ്രീ സത്യസായിബാബ അങ്ങനെ മർത്യരാശിയുടെ മേൽ വീഴുന്ന ഇരുട്ടകറ്റാൻ അവതരിച്ച ഈശ്വരാംശമാണ്. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ 100ാം ജന്മദിനം ഇക്കഴിഞ്ഞ നവംബർ 23 സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി. ഈ സന്തോഷവേളയിൽ തിരുവനന്തപുരം സിറ്റി സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊഞ്ചിറവിള മണ്ഡലിയുടെ ആഭിമുഖ്യത്തിൽ 100ഓളം വീടുകളിൽ ഗൃഹശാന്തി ഭജന സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ സമാപനം കൊഞ്ചിറവിള മണ്ഡലിയുടെ ഇൻചാർജ് ശ്രീമതി സുധാ രമേശിന്റെ വസതിയായ RS ട്യൂഷനിൽ നടന്നു. 5 തിരി വിളക്കിൽ ദീപം തെളിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കുഞ്ഞു ഗായിക ശ്രേഷ്ഠ S. അരുൺ ഉൾപ്പെടെയുള്ളവർ സ്വാമി ഭജനുകൾ ആലപിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഭക്തിയുടെ ലഹരിയിൽ ആറാടി. ചടങ്ങിൽ മണ്ഡലി ഇൻചാർജ് ശ്രീമതി സുധാ രമേശിനെ സജീദേവി ആദരിച്ചു. സ്വാമിയുമായി ബന്ധപ്പെട്ടുള്ള ജീവിതാനുഭവങ്ങൾ ചിലർ പങ്കുവച്ചത് ചടങ്ങിനെ കൂടുതൽ ഭക്തി സാന്ദ്രമാക്കി മാറ്റി. ഭജനകൾ നടത്തിയ 100ഓളം വീടുകളിലെ അംഗങ്ങളുടെ പേരുകൾ എഴുതി നറുക്കിട്ട് അതിലൊരാളെ തെരഞ്ഞെടുത്ത് ഭഗവാന്റെ ചിത്രം ഉപഹാരമായി നൽകി.
വിചിത്രം ലീലാവിഭൂതിം പരമാർത്ഥമിഷ്ടാർത്ഥം മോക്ഷപ്രദാനം ഭാവാവിഭൂതിം ഇതമാശ്രയാമി. ഓം ശ്രീ സായിറാം. ഭഗവാനെക്കുറിച്ച് 10,000 വാക്കുകൾ പറഞ്ഞാലും തീരില്ല. പ്രേമസ്വരൂപൻ എന്ന് പറഞ്ഞാൽ അതുപോലും നമുക്ക് ഒരുപക്ഷെ വിശദീകരിക്കാൻ അറിയില്ല. ഭഗവാൻ എപ്പോഴും പറയാറുണ്ട്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ എനിക്ക് തരൂ, അതെല്ലാം ഞാൻ പേറിക്കൊണ്ട് നിന്നെ ഈ സംസാര സാഗരം താണ്ടിക്കാമെന്ന് ഭഗവാൻ പറയുന്നു. 100ാമത് വർഷത്തിലെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഈ കാണുന്ന ജനങ്ങളൊക്കെ സന്തോഷത്തിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മാലോകരോടെല്ലാം വിളിച്ചു പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ വരുവിൻ, പുട്ടപർത്തിക്ക് വരുവിൻ. പുട്ടപർത്തിയിൽ വന്ന ഈ സ്നേഹസമ്പന്നനായ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ഏറ്റുവാങ്ങൂ. ദുർഗുണങ്ങളായി നമ്മൾ കാണുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന ദുർഗുണങ്ങൾ ഭഗവാനിൽ സമർപ്പിക്കുക. അതിൽ കൂടി നല്ല സ്വഭാവങ്ങൾ ഭഗവാനിൽ നിന്നും നമ്മൾ സ്വീകരിക്കുക. അത് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവുക. അതാണ് പ്രൈമറി ആയിട്ടുള്ള. ബാക്കി ഈ ഒരു കാര്യം നടക്കുമ്പോൾ തന്നെ ബാക്കി എല്ലാം അതിന്റെ പുറകെ നമുക്ക് വന്നു ചേർന്നുകൊള്ളും. നമുക്ക് ഭഗവാന്റെ ജീവിതം, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞു. അത് നമ്മൾ ഭഗവാന്റെ ജീവിതം പഠിക്കുക, സ്വാമിയുടെ ലിറ്ററേച്ചറുകൾ വായിക്കുക, ഭഗവാന്റെ കൂടെ യാത്ര ചെയ്ത ആൾക്കാരുടെ അനുഭവങ്ങളുണ്ട്, ആ അനുഭവങ്ങൾ കേട്ട് പഠിക്കുക. ഭഗവാനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. അതിൻ്റെ ആ ഒരു സുഖവും അതിൻ്റെ ഒരു സൗന്ദര്യവും നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാം. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയ് സായി. മംഗളാരതിക്ക് ശേഷം എല്ലാ സ്വാമി ഭക്തരും ഭഗവാന്റെ ദിവ്യപാദങ്ങൾക്ക് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് നമസ്കരിച്ചു. സായിറാം. ഒരു 20-23 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു കൊഞ്ചിറോള ഭജന സെൻറ്റർ പിന്നീട് മണ്ഡലിയായിട്ട് മാറി. ഇപ്പോൾ നമ്മൾ സിറ്റി സമിതി, തിരുവനന്തപുരത്തെ സിറ്റി സമിതി, എടപ്പഴിഞ്ഞിട്ടുള്ള സിറ്റി സമിതിയുടെ കീഴിൽ മണ്ഡലിയാണ്. അപ്പോൾ ഭഗവാന്റെ 100ാം ജന്മവാർഷികം പ്രമാണിച്ച് ഒരു 100 വീടുകളിലെ ഒരു ഗ്രഹശാന്തി ഭജന നടത്തി. ഏറ്റവും അവസാനം 100ാമത്തെ വീട് നടത്തി നമ്മൾ അവസാനിപ്പിച്ച് സ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സ്വാമിയുടെ ഒരു നമ്മളെ ഈ 100ാം ജന്മദിനത്തിൽ നമ്മൾ സ്വാമിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഇവിടെ വച്ചൊരു ഭജന വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ച സ്വാമിയുടെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവോഷൻ, സ്വാമിയുടെ ഡിവോഷൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിതിനെ ഈ ഒരു 100ാം ജന്മവാർഷികത്തിൽ നമ്മൾ ഈ ഭജനയും സ്വാമിക്ക് എല്ലാം നമ്മളെ തന്നെ സ്വാമിയെ സമർപ്പിക്കുന്നു. എല്ലാ സായി ഭക്തർക്കും, ലോകത്തുള്ള എല്ലാ സായി ഭക്തർക്കും സ്വാമിയുടെ 100ാം ജന്മവാർഷിക ആശംസകൾ നേരുന്നു. സായിരാം. ഓം ശ്രീ സായിരാം. ഞങ്ങൾ കൊഞ്ചിറവള മണ്ഡലിയിലെ ഭക്തരാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ സ്വാമിയുടെ എല്ലാ ജന്മദിനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ വർഷം വളരെയധികം നമുക്ക് സന്തോഷമുള്ള ഒരു ദിവസം. ശരിക്കും പറഞ്ഞാൽ സ്വാമിയുടെ പാതയിലേക്ക് വരുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ, മാറ്റം, നമ്മൾ എങ്ങനെയായിരുന്നുവോ അതിൽ നിന്ന് ഒരു പോസിറ്റീവ് മാറ്റം, നെഗറ്റീവ് അല്ല, ആ പ്രവർത്തനങ്ങൾക്ക് സ്വാമി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ, മാസങ്ങൾ നമ്മൾ 100 വീടുകളിൽ ഭജന പൂർത്തിയാക്കാനുള്ള ലക്ഷ്യവുമായി ഇറങ്ങി. ഭഗവാന്റെ കൃപ കൊണ്ട് തന്നെ എല്ലാവരും ഒത്ത് എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്ന് 100ാമത്തെ വീട്. ഈ ഭജനകളിലൂടെ ആ വീടുകളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും അവരുടെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാക്കാനും ഒരു പരിധിവരെ കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കും. ഈ പ്രേമപാതയിലെത്താൻ നമ്മൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. ഇനിയും ഭഗവാന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ ഭഗവാൻ എല്ലാ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയുടെ കൃപാദാശം കൊണ്ട് പല അനുഭവമുണ്ട്. 10-20 വർഷത്തിന് മുമ്പ് നമ്മൾ സ്വാമിയുടെ സമിതിയിൽ പോയത് നമുക്ക് അനുഭവമുണ്ട്. സ്വാമിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഒരു ഭജന നടത്തിയത്. അതിൽ 100-ിലധികം പേര് വരെ വന്ന് പങ്കെടുത്തു. അത് ഒരു ഭയങ്കര സത്യമുള്ള ഒരു കാര്യമായിരുന്നു. ഒരുപാട് പേർക്ക് വിശ്വാസവും എല്ലാം സ്വാമിയിൽ നമ്മൾ അത്രത്തോളം സ്വാമിയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും.
നമ്മൾ നല്ല മനസ്സോടെയും നല്ല തൃപ്തികരമായതോടെയും സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല ഒരു പുതുജീവിതം തന്നെ നമുക്കുണ്ടാവും. സ്വാമിയുടെ പാതയിൽ എല്ലാവരും പിന്തുടരുക. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. സായിരാം. സിറ്റി സമിതി കൺവീനർ ശ്രീ ഗിരീഷ് ഉണ്ണിത്താൻ, സമിതിയിലെ അംഗങ്ങളായ ശ്രീ രാമചന്ദ്രൻ നായർ, ശ്രീമതി വിജയലക്ഷ്മി, ശ്രീമതി ആശ അശോക് എന്നിവരുടെ സാന്നിധ്യവും ചടങ്ങിനെ കൂടുതൽ പ്രൗഢമാക്കി. ബാബയുടെ ദിവ്യപാദങ്ങളിൽ പ്രണമിക്കാം നമുക്ക്. സേവനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാം നമുക്ക്. കരുണയും സ്നേഹവും ആത്മാവിലെ വിളക്കായി കൊളുത്താം നമുക്ക്. ജയ് സായിറാം.